പാലക്കാട് കഞ്ചിക്കോട്ട് വൻകിട വിദേശ മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി ഉത്തരവ് ഇറങ്ങിയതിന് പിന്നാലെ സർക്കാരിനെതിരായ ആരോപണങ്ങൾ പ്രതിപക്ഷം കടുപ്പിക്കുന്നു. എക്സൈസ് മന്ത്രി എം വി രാജേഷ് കമ്പനിയുടെ ഒരു മാനേജരെ പോലെ സംസാരിക്കുന്നെന്നും ഭരണം തീരുന്നതിനുമുള്ള കടും വെട്ടാണെന്നും വിമർശനമുയർന്നു. പ്രതിപക്ഷം അനാവശ്യ വിവാദമുണ്ടാക്കുന്നുവെന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത്. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് എഥനോൾ മൾട്ടിഫീഡ് ഡിസ്റ്റേഷൻ യൂണിറ്റ് അടക്കമുള്ളവ സ്ഥാപിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്നാണ് പുറത്തു വന്നത്. 4 ഘട്ടമായി 600 കോടി രൂപ മുതൽമുടക്കിലാണ് ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി മദ്യനിർമ്മാണശാലയും ബ്രൂവറിയും സ്ഥാപിക്കുക. കമ്പനിക്ക് അനുമതി നൽകിയതിൽ അഴിമതിയുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കമ്പനിയുടെ പ്രൊപ്പഗാൻഡ മാനേജരെ പോലെയാണ് മന്ത്രി സംസാരിച്ചത്. കമ്പനിക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. ആ ആരോപണത്തിന് മറുപടി പറയാതെ കോൺഗ്രസിൽ ഞാൻ രമേശ് ചെന്നിത്തലയും തമ്മിൽ തർക്കമെന്ന് പറഞ്ഞു. ബ്രൂവറിക്കെതിരായിട്ടുള്ള അതിശക്തമായ നിലപാട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് എടുത്തു. അതിന്റെ കൂടെ ഞാനുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനും അതിശക്തമായ നിലപാട് തിരിച്ചു വന്നപ്പോൾ എടുത്തു. അദ്ദേഹവുമായിട്ട് കൂടിയാലോചിച്ചിട്ടാണ് ഞങ്ങളെല്ലാം അറിയുന്നത്. മുഖ്യമന്ത്രിക്കും തീരുമാനത്തിൽ പങ്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ഇത് മാർക്സിസ്റ്റ് പാർട്ടി വൻതോതിൽ പണമുണ്ടാക്കാനുള്ള വഴിയായിട്ടാണ് ഇത് കാണുന്നത്. എന്നും എക്സൈസ് വകുപ്പ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കറവപ്പശുവാണ്. ഇപ്പോഴും അതിനുവേണ്ടി വിനിയോഗിക്കുകയാണ്. പ്രതിപക്ഷം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഭരണമുന്നണിയുടെ മറുപടി. ഗവൺമെന്റിനെതിരായിട്ട് വളരെ ബോധപൂർവം കെട്ടിച്ചമയ്ക്കുന്ന ഒരു ആരോപണമാണിത്. അവരുദ്ദേശിക്കുന്നത് അവരുടെ ഭരണകാലത്ത് ചെയ്തതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ വ്യവസായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ചെയ്യുന്നത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. 24 തിരുവനന്തപുരം.